നമസ്കാരം. വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകൂ എന്ന തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ശ്രീശാന്ത് കുറ്റവിമുക്തനാക്കപ്പെട്ടു. ഇതേ തുടർന്ന് BCCI വിലക്ക് നീങ്ങി ശ്രീ വീണ്ടും ഇന്ത്യൻ ടീമിലെന്ന നാളത്തെ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നു? ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിവാദത്തിൽ പെടുന്നു. അതേ തുടർന്ന് അദ്ദേഹം ടീമിൽ നിന്ന് പോകുന്നു. ഏതാനും ദിവസം ജയിൽവാസം അനുഭവിക്കുന്നു. വലിയ വിചാരണ നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് തന്നെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ഡൽഹി കോടതി എഴുതി തള്ളിയിരിക്കുകയാണ്. ഇവിടം കൊണ്ട് നിയമയുദ്ധം അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ BCCI അദ്ദേഹത്തിൻ്റെ വിലക്ക് നീക്കാനുള്ള സാധ്യതയുണ്ട്, നീക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഒരു പക്ഷേ നിയമയുദ്ധത്തിന് പോകേണ്ടതായിട്ട് വന്നേക്കാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ സൽപ്പേര് ഒരു വലിയ പരിധിവരെ വീണ്ടെടുത്തു. കേരള സമൂഹത്തിൽ അദ്ദേഹം ഒരു കുറ്റവാളിയെ പോലെയാണ് നിലനിന്നത്. അദ്ദേഹത്തെ ആ രീതിയിലാണ് നമ്മുടെ നവമാധ്യമങ്ങളും അതുപോലെ മറ്റ് മാധ്യമപ്രവർത്തകർ, കളി വിശാരദന്മാരും എല്ലാം വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കഷ്ടകാലം തീർന്ന് പുറത്തു വരുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഫോം തെളിയിക്കുന്ന പക്ഷം അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ തിരിച്ചു വരാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കായിക രംഗത്തെ മറ്റ് മേഖലകളെല്ലാം തന്നെ മലയാളി സാന്നിധ്യം നിറസാന്നിധ്യമാണെന്ന് തന്നെ പറയാം. ഈ ക്രിക്കറ്റിൽ മാത്രം മലയാളി സാന്നിധ്യം വളരെ ചുരുക്കത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ക്രിക്കറ്റിൽ മാത്രം ഇങ്ങനെ മലയാളി സാന്നിധ്യം കുറയാനുള്ള പ്രധാന കാരണങ്ങൾ? കായിക രംഗത്ത് പൊതുവേ മലയാളികൾക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഉള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അത്ലറ്റിക്സിൽ ഇപ്പോൾ PT ഉഷയെ പോലെ, അല്ലെങ്കിൽ വത്സമ്മ, ഷൈനി, അതുപോലെ ഒരുപാട് പേർ കഴിവ് തെളിയിച്ച ഒരുപാട് പ്രതിഭകൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. വനിതകളിലുണ്ട്, പുരുഷന്മാരിലുമുണ്ട്. ഒളിമ്പിക്സിൽ ഗെയിംസിൽ റെക്കോർഡോടുകൂടി സ്വർണ്ണം നേടിയ TC യോഹന്നാൻ, സുരേഷ് ബാബു, അങ്ങനെ ഒരുപാട് അത്ലറ്റുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല മഹത്തായ പാരമ്പര്യം നമുക്ക് IM വിജയനെ പോലെ, അല്ലെങ്കിൽ സേവ്യർ പായസ്, പാപ്പച്ചൻ, ഒരുപാട് കളിക്കാർ ഇവിടുന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനു മുമ്പാണെങ്കിൽ ചാത്തുണ്ണി, സുധീർ, ഒരുപാട് പ്രതിഭകളുണ്ടായിട്ടുണ്ട്. വോളിബോളിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ജിമ്മി, അതുപോലെ ജോസ് ജോർജ്, ഉദയകുമാർ, സിറിൽ C വെള്ളൂർ, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു. മലയാളികൾ തീരെ ശോഭിക്കാതെ പോയ ഒരു രംഗം എന്ന് പറയുന്നത് ശരിക്കും ക്രിക്കറ്റാണ്. ക്രിക്കറ്റിൽ പണ്ട് ഒരു ബാലൻ പണ്ഡിറ്റൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും മലയാളികൾ ഒരു ദേശീയ നിലവാരത്തിൽ ആദ്യം വരുന്നത് എബി കുരുവിള എന്ന് പറഞ്ഞു. കുരുവിളയും കേരളത്തിൽ നിന്നല്ല വന്നത്. പിന്നെ ടിനു യോഹന്നാൻ വന്നു, പക്ഷേ അദ്ദേഹത്തിന് അധികം ശോഭിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ശ്രീശാന്ത്, അതിനുശേഷമാണ് സഞ്ജു സാംസൺ അങ്ങനെ ആ രംഗത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ ശ്രീശാന്താണ് ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി താരം. മറ്റേ ദേശീയ ക്രിക്കറ്റിൽ, ടെസ്റ്റ് ക്രിക്കറ്റിലും അതുപോലെ വൺ ഡേ ഇൻ്റർനാഷണലിലും ലോകകപ്പിൽ വരെ കളിക്കാൻ അവസരം കിട്ടിയ ആദ്യത്തെയും ഇതപര്യന്തം അവസാനത്തെയും. സഞ്ജു സാംസനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിലേക്ക് വരാൻ പോകുന്നുള്ളൂ. ഇനി വേറെ കളിക്കാരുണ്ടായി വരും, ഉണ്ടാകാതിരിക്കില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചുള്ള ക്രിക്കറ്റ് എന്നുള്ളത് വളരെ വൈദേശികമായ ഒരു കളി. പിൽക്കാലത്താണ് ഇതിനൊരു പ്രാധാന്യം കിട്ടി തുടങ്ങിയത്. ഒരു പക്ഷേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ടൈഗർ പട്ടോടി, അതിനുശേഷം ഗുണ്ടപ്പ വിശ്വനാഥ്, സുനിൽ ഗവാസ്കർ, അന്നൊന്നും ഈ ടെലിവിഷനില്ലല്ലോ, പത്രത്തിൽ വായിച്ചിട്ടുള്ള അറിവുള്ളൂ. ഇതെങ്ങനെ കളിക്കുന്നതെന്ന് പോലും ആർക്കറിയില്ലായിരുന്നു. ഈ തൃപ്പൂണിത്തുറ പൂജ ഓവൽ ക്രിക്കറ്റ് മാത്രമാണ് അതിന് മുമ്പ് ഒരു ടൂർണമെൻറ്റായിട്ട് നമ്മുടെ നാട്ടിൽ നടത്തിയത്. 1983-84 ആ സമയത്ത് വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് കപിൽ ദേവിൻ്റെ ടീം വിജയിച്ചതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റിന് വലിയ ഒരു ആരവം, ആവേശവും ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അതിനുശേഷമാണ് മലയാളികൾ ക്രിക്കറ്റ് അപ്പോഴും സീരിയസ് ആയിട്ട് ഒരു ഗെയിമായിട്ട് എടുക്കുന്നവരില്ല, കളി കാണുന്നവരുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നത്തെ വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നു. അത് വലിയ ആഘോഷം, ഉത്സവമായിട്ട് മാറും. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം, അതൊക്കെ വലിയ സംഭവമായിട്ട് മാറുകയാണ്. പക്ഷേ അതിന് ശേഷമാണ് ഈ കളിക്ക് വലിയൊരു പ്രചാരം കിട്ടുന്നത്. അതിന് ശേഷമുള്ള തലമുറയിൽപ്പെട്ട ആളാണ് ശ്രീശാന്ത്. അതിനു മുമ്പ് മലയാളികൾ അങ്ങനെ ക്രിക്കറ്റിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. നമ്മുടെ യശശരീരനായ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം എന്തും പരിഹാസമായിട്ട് പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു കളിയുണ്ടല്ലോ ക്രിക്കറ്റ്, ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ കളി സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലൊന്നുമില്ല. അന്ന് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുള്ള കാലമാണ്. സോവിയറ്റ് യൂണിയൻ, അതുപോലെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, ക്യൂബയൊക്കെ ഉള്ള സമയത്ത്. പിന്നെ ഇപ്പോൾ ക്രിക്കറ്റേ ഉള്ളൂ, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളില്ലാതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സാമൂഹ്യ മാറ്റവും ഇതിനകത്ത് നടക്കുന്നുണ്ട്. സാമൂഹ്യ മാറ്റവും രാഷ്ട്രീയ മാറ്റവും ക്രിക്കറ്റുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് നമുക്ക് വായിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മലയാളികൾ തന്നെ ഗൗരവമായിട്ട് ക്രിക്കറ്റിനെ എടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ശ്രീശാന്ത് എന്ന് പറഞ്ഞൊരു താരം. മാത്രമല്ല, പണ്ട് ഈ നയനാർ ഇത് പറയുന്ന സമയത്തൊക്കെ പ്രധാനപ്പെട്ട കളിക്കാരൊക്കെ ബോംബെ എന്നുള്ളവരായിരുന്നു. ബോംബെയാണ് ക്രിക്കറ്റിൻ്റെ തലസ്ഥാനം. സുനിൽ ഗവാസ്കർ, ദിലീപ് വെങ്സർക്കർ, അങ്ങനെ ഒട്ടനവധി കളിക്കാർ. അതിന് മുമ്പത്തെ തലമുറയിൽ ഏറെക്കുറെ പൂർണ്ണപ്പെട്ട അജിത് വടേക്കർ മുതൽക്ക് എത്രയോ പേരെടുത്താൽ ഭൂരിപക്ഷം പേരും ബോംബെക്കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ബോംബെയിൽ പോയി താമസിക്കുന്നവരായിരിക്കും.
പിന്നെ കുറച്ച് പേര് ഡൽഹിയിൽ നിന്നുണ്ടാവും, ബിഷൻ ബേഡി, അങ്ങനെ കുറച്ച് പേര്, മൊഹീന്ദ്ര അമർനാഥ്, കുറച്ച് പേരൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നവരുണ്ട്. പിന്നെ അത്യാവശ്യം വളരെ കുറച്ച് പേര് കർണാടകത്തിൽ നിന്ന്, ഗുണ്ടപ്പ വിശ്വനാഥിനെ പോലെ, പ്രസന്ന, വിക്കറ്റ് കീപ്പർ കിർമാണി, ഇങ്ങനെ വളരെ കുറച്ച് പേര് കർണാടകത്തിൽ നിന്നും, 1-2 പേര് ഇപ്പോൾ ലെഗ് സ്പിന്നർ വെങ്കട്ടരാഘവൻ, വളരെ കുറച്ച് പേര് മദ്രാസിൽ നിന്നും, 1-2 പേര് ഹൈദരാബാദിൽ നിന്നും ഉണ്ടാവും. അതിനപ്പുറം ഇന്ത്യയില്ല. ബംഗാളിൽ നിന്നോ ജാർഖണ്ഡിൽ നിന്നൊക്കെ ഒരു കളിക്കാരന് വരുന്നവർ അസാധ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹേന്ദ്ര സിംഗ് ധോണിയെ പോലുള്ള ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. ജാർഖണ്ഡുകാരന് റാഞ്ചിയിൽ നിന്ന് ഒരു ധോണി വരുന്നു. അപ്പോൾ ക്രിക്കറ്റിൻ്റെ ഒരു അഭിജാതമായ വേറൊരു രീതി ഉണ്ടായിരുന്നു, അത് മാറി. ഇപ്പോൾ ക്രിക്കറ്റ് കുറേ കൂടി സാർവത്രികമായി. പഴയ പോലെ ഇപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയെ പഴയ ഗവാസ്കർ പറയുന്ന പോലെ നന്നായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ അദ്ദേഹത്തിന് സാധിക്കില്ല. പക്ഷേ വേറൊരു കാറ്റഗറിയിൽപ്പെട്ട കളിക്കാരനാണ്. ആ രീതിയിലൊരു മാറ്റം, ഒരു സാമൂഹ്യ മാറ്റവും രാഷ്ട്രീയ മാറ്റവും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ക്രിക്കറ്റ് കുറേ കൂടി സാർവത്രികമായി. മാത്രമല്ല, പണ്ട് ഇത് വളരെ മാന്യന്മാരുടെ കളിയായിട്ടാണ് കരുതപ്പെട്ടത്. സത്യത്തിൽ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ വെയിൽ ഇല്ലാത്ത രാജ്യമുള്ളൂ. വേനൽക്കാലം ആളുകൾ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് തുടങ്ങിയ കളിയാണ്. കാലത്തോട്ട് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിനോദം. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് താങ്ങാൻ പറ്റുന്ന ഒരു ചിലവല്ല. കാരണം ആളുകൾ സർവ്വ ജോലിയും മുടക്കി കാലത്തോട്ട് ഇത് കാണാനിരിക്കുന്നു വൈകുന്നേരം വരെ. ടി വിയിൽ സ്റ്റേഡിയത്തിൽ കാണുന്നേക്കാൾ അധികം ആളുകൾ ടി വിയിൽ കാണുന്നു. അപ്പോൾ അന്നേ ദിവസം ഒരു പ്രവൃത്തി നടക്കത്തില്ല. അങ്ങനെ പ്രത്യേകിച്ചും വൺ ഡേ ക്രിക്കറ്റ് വന്നതിന് ശേഷം ഇത് വളരെ അധികം പ്രചാരത്തിൽ വന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് ആയിരുന്നപ്പോൾ അങ്ങനെയല്ല, കാണാൻ താല്പര്യമുള്ളവർ മാത്രമേ പോകുള്ളൂ. മറ്റത് അങ്ങനെയല്ല, താല്പര്യമുള്ളവരും ഇല്ലാത്തവരും വയസ്സായ ആൾക്കാർ, 2 കാലം കുഴിയിലായ കാരണവന്മാർ മുതൽക്ക് നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇതിൻ്റെ മുമ്പിൽ, ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് വന്നു. ഫുട്ബോൾ ടൂർണമെൻറ്റ് പോലെ, വോളിബോൾ ടൂർണമെൻറ്റ് പോലെ അല്ല. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഇത് പണവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. മറ്റേ കളികൾ പോലെയല്ല. കളിയിൽ അതിലൊക്കെ പണമുണ്ട്, പക്ഷേ ഇത് പണത്തിൽ അധിഷ്ഠിതമാണ്. മാത്രമല്ല, ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയായിരുന്ന ക്രിക്കറ്റ് ഇപ്പോൾ വലിയൊരു കച്ചവട ചരക്കായിട്ട് മാറി. IPL വന്നതിന് ശേഷം ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് വെച്ചാൽ വലിയ പണത്തിൻ്റെ ഏർപ്പാടാണ്. അതിൽ നടക്കുന്ന ഒത്തുകളി പോലുള്ള കാര്യങ്ങളുണ്ട്. വാതുവെപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധോലോക ബന്ധം നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള ആളുകൾ വിലസുന്ന ഒരു ചന്തയായിട്ട് മാറി. മാത്രമല്ല, കളിക്കാരെ ലേലം വിളിച്ച് എടുക്കുന്ന പരിപാടി. ഇതൊക്കെ മൊത്തം വേറെ ഒരു കായിക വിനോദത്തിന് കിട്ടാത്ത രീതിയിലുള്ള പ്രാധാന്യം. പ്രത്യേകിച്ച് ദേശീയ പത്രങ്ങൾ, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ നോക്കിയാൽ ക്രിക്കറ്റാണ് ഏറ്റവും വലിയ വിഷയം. ക്രിക്കറ്റ് കഴിഞ്ഞിട്ടേ മറ്റു വിഷയങ്ങളുള്ളൂ. രാഷ്ട്രീയം പോലും അതിന് ശേഷം വരുള്ളൂ. ക്രിക്കറ്റ് കളിക്കാരൻ പെണ്ണ് കെട്ടിയതാണ് TV ചാനലിലെ അല്ലെങ്കിൽ മറ്റേ പത്രങ്ങളിലെ പ്രധാന വാർത്ത. ഇതൊക്കെ ഉണ്ടാകുന്നത് ക്രിക്കറ്റിൻ്റെ ഒരു ഗ്ലാമർ കൊണ്ടാണ്. നേരെ മറിച്ച് ഒരു ഫുട്ബോൾ കളിക്കാരനോ അല്ലെങ്കിൽ ഹോക്കി കളിക്കാരനോ ഒന്നും കിട്ടുന്ന ഇതിൻ്റെ പകുതി പ്രാധാന്യം കിട്ടുന്നില്ല. നേരെ വെച്ച് സച്ചിൻ ടെണ്ടുൽക്കറുടെ കാലുമേ മുള്ളുകൊണ്ടാൽ അത് വലിയ ചർച്ചാ വിഷയവും. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്നം, അദ്ദേഹം കളി അവസാനിപ്പിക്കുന്നതിൻ്റെ അന്ന് തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഭാരതരത്നം കൊടുത്ത് ബഹുമാനിക്കുന്നു. സത്യത്തിൽ അസംബന്ധമാണ്. ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ കുറച്ച് പറയല്ല, എത്രയോ വലിയ കായിക താരങ്ങളിൽ രാജ്യത്തിൻ്റെ ഇപ്പോൾ ധ്യാൻ ചന്ദിന് കൊടുത്തിട്ടില്ല, മിൽഖാ സിംഗിന് കൊടുത്തിട്ടില്ല, ഇന്ദർ സിംഗിന് കൊടുത്തിട്ടില്ല. ഇവരാരും മോശക്കാരൊന്നുമല്ല. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് ഗ്ലാമർ. അദ്ദേഹത്തെ ഉടനെ തന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കളിക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു കളിയായിട്ട് ഇത് മാറുകയും അത് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമാന്തരങ്ങളിലേക്ക് വ്യാപിക്കുകയും ഇപ്പോൾ ജാർഖണ്ഡിൽ വരെ ഇത് എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ശ്രീശാന്ത് എന്ന് പറഞ്ഞൊരു കളിക്കാരൻ ഈ കോതമംഗലത്ത് നിന്ന് ഉദയം ചെയ്ത് വരുന്നത്. കോതമംഗലത്തുകാരനായ ശ്രീശാന്ത് ഇടപ്പള്ളിയിൽ താമസിക്കുന്നു. അദ്ദേഹം കേരള ടീമിൽ വരുന്നു, ഇന്ത്യൻ ടീമിൽ വരുന്നു. അത് വലിയൊരു ആഘോഷമായിട്ട് മാറുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് വലിയൊരു പ്രാമുഖ്യം കിട്ടുന്നു. അതേസമയത്ത് തന്നെ അദ്ദേഹം ഒരു വിവാദ പുരുഷനായിട്ട് മാറുന്നു. അത് കളിക്കളത്തിൽ അദ്ദേഹം ബഹളം ഉണ്ടാക്കുന്നു, മറ്റ് കളിക്കാരായിട്ട് വഴക്ക്, എതിർഭാഗം ടീമിലെ കളിക്കാരെ അമ്പയറെ ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഇത് രണ്ടും സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയറിലും അതേ സമയത്ത് ഇദ്ദേഹം വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി നിർണായകമായ ക്യാച്ച്, മിസ്ബാഉൽ ഹക്ക് എന്ന് പറഞ്ഞ കളിക്കാരൻ്റെ ക്യാച്ച് എടുത്ത് ഇന്ത്യയെ വിജയിപ്പിക്കുന്നു. അതിനെ തുടർന്ന് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടുന്നു. വീണ്ടും വലിയ വിവാദം, അല്ല വലിയ ഒരു ആഘോഷമായിട്ട് മാറുന്നു. ഇതൊക്കെ നടന്ന് പിന്നെ പുള്ളി ഗ്ലാമറിൽ നിൽക്കുമ്പോഴാണ് ഈ IPLുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇദ്ദേഹത്തിൻ്റെ കരിയർ പെട്ടെന്ന് ഇദ്ദേഹം വീണപ്പോൾ മലയാളികളുടെ തനത് സ്വഭാവം അനുസരിച്ച് ഒരു സെലിബ്രിറ്റി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ താങ്ങിക്കൊണ്ടിരുന്ന എല്ലാ ആളുകളും വീണപ്പോൾ അദ്ദേഹത്തെ ചവിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൂടി ശ്രീശാന്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളായിട്ട് മാറി. കേരള കായിക സംസ്കാരത്തെ ഒറ്റുകൊടുത്ത ഒരു വഞ്ചകൻ എന്ന രീതിയിലുള്ള ഇമേജ് അദ്ദേഹത്തിന്. ഇപ്പോൾ ഏതാണ്ട് നമ്പിനാരായണൻ്റെ അവസ്ഥയിലെത്തി പുള്ളി. നമ്പിനാരായണൻ ഇതുപോലെ ആയിരുന്നല്ലോ. ഒരു കാലത്ത് നമ്പിനാരായണൻ എന്ന് പറഞ്ഞാൽ വലിയ മഹാൻ, ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്ന ആൾ പെട്ടെന്ന് രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒരു ചാരൻ. വീണ്ടും കേസ് എല്ലാം തീർന്നപ്പോൾ അദ്ദേഹം രക്തസാക്ഷി. ശ്രീശാന്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊടുത്തു. പക്ഷേ BCCI പറഞ്ഞിട്ടുണ്ട്, കുറ്റവിമുക്തനാക്കി എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ടീമിലേക്ക് വരാൻ അല്ലെങ്കിൽ
കളിക്കളത്തിലേക്ക് വരാനുള്ള ലൈസൻസ് അല്ല. കാരണം BCCI അദ്ദേഹത്തെ വിലക്കേൽപ്പിച്ചിരിക്കുക. ക്രിമിനൽ കേസിൽ വേണ്ടത്ര കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല, വേണ്ടത്ര തെളിവുകളോടുകൂടി കുറ്റം സ്ഥാപിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കി. അദ്ദേഹം ജയിലിൽ പോയിട്ട് സാഹചര്യം ഒഴിവായി. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടീമിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ലൈസൻസ് അല്ല എന്നാണ് BCCIയുടെ ഇപ്പോഴത്തെ നിലപാട്. ഇനി BCCI നിലപാട് മാറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. BCCIയിലേക്ക് ഇവിടെ വലിയ താപ്പാനകളാണ്, ഇവരുടെ അറിവോടും സമ്മതത്തോടും ഒത്താശയോടും കൂടിയിട്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടക്കുന്നത്. BCCI എന്ന് പറഞ്ഞ ഒരു കായിക സ്ഥാപനമല്ല, നേരെ മറിച്ച് ഒരു ധനകാര്യ സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. BCCI വിലക്ക് നീക്കാതിരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ കളിക്കളത്തിൻ്റെ സാധ്യത എത്രത്തോളം ഏകദേശം? ഇനിയിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കളിക്കളത്തിൽ നിന്ന് പുറത്ത് നിൽക്കണം. പക്ഷേ അദ്ദേഹത്തിന് കഴിവ് തെളിയിക്കാൻ സാധിക്കണം, ഫോം നിലനിർത്തണം. ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ ഫോം നിലനിർത്തുകയും ടീമിൽ ഒരു സ്ഥാനം കണ്ടെത്തുകയും ചെയ്യണം. അത് എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഇനി IPL അടക്കമുള്ള BCCI വിലക്ക് നീക്കുക എന്നുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. അതൊരു പക്ഷേ നീക്കാൻ സാധിച്ചേക്കും. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹത്തോടൊപ്പം പുറത്താക്കപ്പെട്ട മറ്റ് കളിക്കാർക്കും ഒരു പക്ഷേ BCCI അടുത്ത ഘട്ടത്തിൽ ആ വിലക്ക് നീക്കി കളിക്കളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. തിരിച്ചു വന്നതിന് ശേഷം കഴിവ് തെളിയിക്കണം. ഇപ്പോഴും അദ്ദേഹത്തിന് എതിരാളികളെ ബൗൾ ചെയ്ത് പുറത്താക്കാൻ കഴിയും എന്ന് തെളിയിച്ചാൽ, ആ മാരകമായ ആക്രമണ ശൈലി നിലനിർത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടീമിലേക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം. ശ്രീശാന്തിൻ്റെ ക്രിക്കറ്റ് ഭാവി എത്രത്തോളം ശോഭനമാകാനുള്ള സാധ്യത? അല്ല, ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കളിക്കളത്തിൽ മാത്രമല്ലല്ലോ ഇവരുടെ കാര്യങ്ങൾ നിൽക്കുന്നത്. കളിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ പരസ്യം പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാക്കിയതിനുള്ള എത്രയോ ഇരട്ടി, എത്രയോ മടങ്ങ് പൈസ അദ്ദേഹം പരസ്യത്തിൽ നിന്ന് നേടി. എത്രയോ പരസ്യങ്ങൾക്ക് സച്ചിൻ ടെണ്ടുൽക്കർ മോഡലായിരുന്നു. ഇപ്പോൾ ശ്രീശാന്ത് തന്നെ പരസ്യങ്ങളിലൊക്കെ വന്നിരുന്നു ഒരു സമയം. അപ്പോൾ ഈ പരസ്യ വരുമാനം കൊണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കളിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, TV-യിൽ കമൻറ്ററി പറയുന്ന പോലെ അതൊക്കെ വലിയ പണം കിട്ടുന്നത്. ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും പണമുണ്ട്. പണമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് കളിക്കളത്തിലേക്ക് തിരിച്ചു വരിക, ടെസ്റ്റ് ക്യാപ്പ് റീഗെയിൻ ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വ്യവസായം അല്ലെങ്കിൽ അനുബന്ധ വാണിജ്യ പരിപാടികൾ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കടമ്പ കടന്നിരിക്കുകയാണ്. ക്രിമിനൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി രാഷ്ട്രീയത്തിൽ പോലും പ്രവേശിക്കാം. അസറുദ്ദീൻ അങ്ങനെയാണല്ലോ. അസറുദ്ദീനെ നമ്മൾ ഒത്തുകളിയിൽ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കി. പിന്നെ അദ്ദേഹം കളിയിലേക്ക് തിരിച്ചു വന്നില്ല. പിന്നെ അദ്ദേഹം കമൻട്രി പോലുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് നടന്നെങ്കിലും അടുത്ത ഘട്ടത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. 5 കൊല്ലം പാർലമെൻറ്റ് മെമ്പറായിരുന്നു. മൊറാദാബാദിൽ നിന്ന്, ഹൈദരാബാദുകാരനായ അസറുദ്ദീൻ മൊറാദാബാദിൽ നിന്നുള്ള പാർലമെൻറ്റ് മെമ്പറാണ്. അതുപോലെ ശ്രീശാന്തും വേണമെങ്കിൽ ഇപ്പോൾ രക്തസാക്ഷി പരിവേഷം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ BJP-യിലോ കോൺഗ്രസിലോ അങ്ങനെ ഏതെങ്കിലും പാർട്ടിയിൽ അദ്ദേഹത്തിന് ശ്രമിക്കാവുന്നതാണ്. പല ക്രിക്കറ്റ് കളിക്കാരും രാഷ്ട്രീയത്തിൽ വന്ന പാരമ്പര്യമുണ്ട്. ചേതൻ ചൗഹാൻ BJP-യുടെ പാർലമെൻറ്റ് മെമ്പറായിരുന്നു. പിന്നെ കീർത്തി ആസാദ് BJP-യിലുണ്ടായിരുന്നു. അസറുദ്ദീൻ കോൺഗ്രസിൽ. അങ്ങനെ പല ആളുകളും രാഷ്ട്രീയത്തിൽ. സൗരവ് ഗാംഗുലി CPM-ൽ ചേർന്ന് കേട്ടത്. പിന്നെ ഗാംഗുലിക്ക് തലയ്ക്ക് ബോധമുള്ളതുകൊണ്ട് പുള്ളി ചേർന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും BJP-യിലല്ല, CPM-ൽ ചേരുമല്ലോ. അങ്ങനെ പല ആളുകളും പല പാർട്ടികളുമായി ബന്ധമുള്ളവരാണ്. ഈ ഇദ്ദേഹത്തിന് നവജോത് സിംഗ് സിദ്ധുവിൻ്റെ അല്ലേ ഏറ്റവും നല്ല ഉദാഹരണം. സിദ്ധു അമൃത്സർ സ്ഥിരമായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലമാണ്. അവിടുന്ന് സ്ഥിരം മെമ്പർ എന്ന് പറഞ്ഞാൽ RL ഭാട്ടിയായിരുന്നു. പിന്നീട് കേരള ഗവർണറായ RL ഭാട്ടിയെ തോൽപ്പിക്കാനായിട്ട് BJP-കാർ അവസാനത്തെ 19ാമത്തെ അടവായിട്ട് ഇറക്കിയത് നവജോത് സിംഗ് സിദ്ധുവിനായിരുന്നു. സിദ്ധു നിന്നപ്പോൾ സിദ്ധുവിൻ്റെ ഗ്ലാമറിൻ്റെ മുമ്പിൽ ഭാട്ടിയ തോറ്റുപോയി. അതുകൊണ്ടാണ് ഭാട്ടിയയ്ക്ക് കേരളത്തിൽ ഗവർണറാവാൻ പറ്റിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സിദ്ധുവിനെ തന്നെ മത്സരിപ്പിച്ചു. സിദ്ധു വീണ്ടും ജയിച്ചു. പൊതുവേ ആ പഞ്ചാബിലെ സീറ്റുകളൊക്കെ ഇവർക്ക് എതിരായിരുന്നു. അകാലിദൾ BJP സഖ്യത്തിന് എതിരായി നിൽക്കുമ്പോഴും അമൃത്സർ പോലെ കോൺഗ്രസിൻ്റെ കോട്ടയായ മണ്ഡലത്തിൽ സിദ്ധു മത്സരിച്ചുകൊണ്ട് മാത്രമേ ജയിച്ചു. പിന്നീട് സിദ്ധുവിൻ്റെ ഭാര്യ BJP ടിക്കറ്റിൽ തന്നെ അസംബ്ലിയിലേക്ക് ജയിച്ചു, MLA. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-കാർ സിദ്ധുവിന് സീറ്റ് കൊടുത്തില്ല. ആ സീറ്റിൽ കരുത്തനായ അരുൺ ജെയ്റ്റ്ലി മത്സരിച്ചു. അപ്പോൾ അതാ വീണ്ടും കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ കോൺഗ്രസ് ജയിച്ചു. ഞാൻ പറഞ്ഞത് സിദ്ധു ആയതുകൊണ്ട് മാത്രമേ ജയിച്ചത്. അരുൺ ജെയ്റ്റ്ലിക്ക് അത്ര ഗ്ലാമറില്ല. അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റുമായി ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ഏതോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയൊക്കെയാണ്. പക്ഷേ ഭാരവാഹിയാകലല്ല, കളിക്കാരനാവലാണ് പ്രധാനം. നവജോത് സിദ്ധു മത്സരിപ്പോൾ ജയിച്ചു, അരുൺ ജെയ്റ്റ്ലി മത്സരിപ്പോൾ തോറ്റു. RL ഭാട്ടിയെ തോൽപ്പിച്ചത് സിദ്ധു ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. സിനിമാ നടന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ അംഗീകാരം ഈ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കാർക്ക് കിട്ടുന്നുണ്ട്. ഈ BCCI വിലക്ക് മാറിയിട്ടും 2 ഇന്ത്യൻ മുൻ താരങ്ങൾ അവർക്ക് കളിക്കാനായി സാധിച്ചിരുന്നില്ല. ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ മുഹമ്മദ് അസറുദ്ദീൻ, മറ്റൊന്ന് അജയ് ജഡേജ. എന്തുകൊണ്ടാണ് ഇവരെ ക്രിക്കറ്റ് ഭാവി നശിച്ചു പോകാൻ ഇടയായത്? അല്ല, അസറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ പ്രായം കഴിഞ്ഞു, മിക്കവാറും പ്രായം കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ക്യാപ്റ്റനായിരിക്കുമ്പോഴാണ് ഈ ഒത്തുകളി വിവാദം ഉണ്ടായത്. ക്യാപ്റ്റനായി അവസാന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോം മിക്കവാറും നഷ്ടമായിരുന്നു. ഫോം നഷ്ടപ്പെട്ട്
ടീമിൽ നിന്ന് ഒരു സ്വാഭാവികമായ അന്ത്യം, ക്രിക്കറ്റ് കരിയറിൻ്റെ ഏതാണ്ട് സ്വാഭാവികമായ അന്ത്യത്തിലെത്തുന്ന ഘട്ടത്തിൽ രാഹുൽ ദ്രാവിഡ്, നമ്മുടെ സൗരവ് ഗാംഗുലി, ഏറ്റവും ഒടുവിൽ സച്ചിൻ ടെണ്ടുൽക്കർ, അവരൊക്കെ ആ ഒരു കരിയർ തീരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഘട്ടത്തിൽ അസറുദ്ദീൻ എത്തിയിരുന്നു. അപ്പോഴാണ് ഈ വിവാദം വരുന്നത്. അസറുദ്ദീനും ജഡേജയും ഒക്കെ ഏറെക്കുറെ കൈയോടെ പിടിക്കപ്പെടുന്നു, കളത്തിൽ പോകുന്നു. പിന്നെ അവർ ക്രിമിനൽ നടപടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ അവർ പിന്നീട് ഒരിക്കലും കളത്തിലേക്ക് തിരിച്ചു വന്നില്ല. അജയ് ജഡേജ എവിടെ പോയി നമുക്കറിയില്ല. അസറുദ്ദീൻ പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചായിട്ട് അറിയാം. ഈ ശ്രീശാന്തിന്റെ വിലക്ക് നീക്കണമെന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലപാട് ശ്രീക്ക് ശരിക്കും ഗുണകരമല്ലേ? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ പറയുന്നതിൽ എന്തൊരു ആത്മാർത്ഥം ഉണ്ടെന്നുള്ള എനിക്ക് സംശയമുണ്ട്. കാരണം ശ്രീശാന്ത് നല്ല ഫോമിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കേരള ടീമിൽ അദ്ദേഹത്തെ എടുക്കുന്നതിന് പല പ്രശ്നങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ കായിക രംഗത്തെ ഭാവി തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു മഹത്തായ സ്ഥാപനമാണ് KCA എന്നുള്ളത് പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അമരക്കാരനായിരിക്കുന്ന മാത്യു, ഇദ്ദേഹത്തോടെ എന്തോ വ്യക്തിവൈരാഗ്യമുള്ള രീതിയിലാണ് ഇതപര്യന്തം പെരുമാറിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, പിടിക്കപ്പെട്ടപ്പോഴൊക്കെ മാത്യുവിൻ്റെ വളരെ ആഹ്ലാദം അല്ലെങ്കിൽ ക്രൂരമായ സംതൃപ്തി കണ്ടെത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയപ്പോൾ ഇനി ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ വിപരീത അഭിപ്രായം ക്ഷണിച്ചു വരുത്തും എന്നതുകൊണ്ട് ആയിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ KCA പിന്തുണയ്ക്കും എന്ന് പറഞ്ഞത്. ഇനി അവിടെ ചെന്ന് പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇനി അങ്ങനെ ഒരു നിലപാട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്താലും അത് അവിടെ എന്തുമാത്രം വില പോകും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാപിത താല്പര്യക്കാരാണ്, മൂലധന ശക്തികളാണ് ക്രിക്കറ്റിനെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തത്. ക്രിക്കറ്റുമായി ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. ഇപ്പോൾ കൽക്കട്ട ടീമിൻ്റെ ഉടമസ്ഥൻ ഷാരൂഖ് ഖാൻ, അദ്ദേഹം ക്രിക്കറ്റ് തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ വലിയ ബന്ധം, കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. അതുപോലെ തന്നെ സ്വാഡിയ, നമ്മുടെ ശ്രീനിവാസൻ ക്രിക്കറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? പുള്ളി ക്രിക്കറ്റ് കളി കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള ബന്ധം തന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വലിയ മൂലധന ശക്തികൾ അംബാനി, ബോംബെ ടീമിൻ്റെ ഉടമസ്ഥൻ അംബാനിയാണല്ലോ, ചെറിയ ആളല്ല, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായി. അപ്പോൾ എങ്ങനെ വ്യവസായികളും സിനിമാ നടന്മാരും മറ്റ് സ്ഥാപിത താല്പര്യക്കാരും കയറി മേയുന്ന, അല്ലെങ്കിൽ അവർ അടക്കി ഭരിക്കുന്ന ഒരു സ്ഥലമാണ് ക്രിക്കറ്റ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റു തരത്തിലുള്ള കായിക ബാഹ്യമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ BCCI വിലക്ക് നീക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവിടെ സ്പോൺസർമാർ എത്രയുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ താരമൂല്യം എന്താണ്, ഇദ്ദേഹത്തെ വിറ്റ് ഇനി എന്തുമാത്രം പണം ഉണ്ടാക്കാം എന്നാൽ അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഈ കുറ്റക്കാരെന്ന് കണ്ട് വിലക്ക് പിൻവലിച്ച മറ്റു 2 താരങ്ങളുണ്ട്. ഒന്ന് ഓസ്ട്രേലിയൻ താരം മാർക്ക് വോ, മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കൻ താരം ഷെയ്ൻ ഗേറ്റ്സ്. ഇവരെല്ലാം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നത് ശ്രീക്ക് ഒരു മാർഗദർശനമാകും. അത് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അസറുദ്ദീനെ തിരിച്ച് കൊണ്ടുവന്നില്ല, അസറുദ്ദീൻ പിന്നെ വന്നില്ല, അസറുദ്ദീൻ പിന്നെ താല്പര്യപ്പെട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കി. മാത്രമല്ല ഈ നടപടികൾ പൂർത്തീകരിക്കാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്തു. അതുപോലെ വിലക്ക് നീങ്ങി വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിലക്ക് നീങ്ങി വന്നവരുണ്ട്. സ്റ്റീവോ അടക്കമുള്ളവർ വന്നവരാണ്. അതിനുശേഷം പിന്നീടും ഈ രംഗത്ത് തിളങ്ങി നിന്നവരാണ്. ഈ ഒത്തുകളി വിവാദം ഇന്നൊന്നും തുടങ്ങിയതല്ല, ഇതിൽപ്പെട്ട് പുറത്തു പോയ ഒരുപാട് പേരുണ്ട് ഇന്ത്യക്ക് അകത്തും പുറത്തും. അങ്ങനെ പുറത്തായവർക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അത് അവരുടെ കായിക ഭാവിയുമായി, അവരുടെ കായിക ക്ഷമതയുമായി ബന്ധപ്പെട്ടാണ്. 2 കൊല്ലം മുമ്പ് എറിഞ്ഞിരുന്ന അതേ വീറോടും വാശിയോടും കൂടി ഇനിയും ശ്രീശാന്തിനെ പന്തെറിയാൻ കഴിയുമോ, അദ്ദേഹത്തിൻ്റെ ബോളിന് പഴയ മൂർച്ച ഉണ്ടാകുമോ, അതനുസരിച്ച് എതിരാളികൾ പുറത്തു പോകുമോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് വലിയൊരു പരിധി വരെ ഇരിക്കുന്നത്. പിന്നെ ക്രിക്കറ്റ് ആയതുകൊണ്ട് കളിക്ക് പുറത്തുള്ള കളികൾ, രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിർണായകമായ പങ്ക് വഹിക്കും എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ വിലയിരുത്താൻ കഴിയും. ഒരു ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ കളിക്കാരനെ എങ്ങനെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശരിക്കും പാക് ക്രിക്കറ്റ് ബോർഡ്. അതായത് മുഹമ്മദ് അമീറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2010 ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് മത്സരത്തിൽ ഒത്തുകളിച്ചതിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ബോർഡ് അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതും ജയിലിലാക്കിയതും. അത്തരത്തിലുള്ള ഒരു പാക് ക്രിക്കറ്റ് ബോർഡ് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ളൊരു മാതൃക ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനും പിന്തുടർന്നുകൂടെ? പാകിസ്ഥാനിലെ ഈ അധോലോക ബന്ധമില്ലാത്ത കളിക്കാരെ പുറത്താക്കുകയാണെങ്കിൽ പിന്നെ ടീം തന്നെ പിരിച്ചുകൊണ്ടുവരും. മദ്യപാനികളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന പറഞ്ഞ പോലെയാണ്. മനസ്സിലായില്ലോ? മദ്യപാനികളെ പിരിച്ചുവിട്ടാൽ മിക്കവാറും കോൺഗ്രസ് പാർട്ടിക്ക് കൊടിയും ബോർഡും മാത്രമേ കാണുള്ളൂ. ഒരു പക്ഷേ VM സുധീരനും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് പാകിസ്ഥാനിൽ കൈക്കൂലി വാങ്ങാത്തവരെ, അല്ലെങ്കിൽ പന്തിൽ കൃത്രിമം നടത്താത്തവരെ, അല്ലെങ്കിൽ നടത്തുന്നവരെ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ ടീം തന്നെ പിരിച്ചുകൊണ്ടുവരും. കാരണം എല്ലാവരും ഈ അധോലോകവുമായി ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ ബന്ധപ്പെട്ടവരാണ്. അധോലോക ബന്ധം ചൂണ്ടിക്കാണിച്ചവർക്കെതിരെ നടപടിയെടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. മനസ്സിലായില്ല? ചിലരൊക്കെ അങ്ങനെ കളി തോക്കുമ്പോൾ ഈ അഭിപ്രായം തുറന്നു പറയും, ഇത് ഇന്ത്യൻ ആൾക്കാർ വഞ്ചിച്ചുകൊണ്ടാണ്. അവരുടെ ഒരു പരിശീലകൻ കളി നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് മരിച്ചല്ലോ. പൊളോണിയം പോലെയുള്ള വിഷഞ്ഞതിനാണ് അദ്ദേഹം മരിച്ചത്.
പിന്നീട് അത് സ്വാഭാവികമായിട്ട് ഹൃദയസ്തംഭനമായിട്ട് ഡോക്ടർമാർ എഴുതി തള്ളി. കാരണം ഏത് ടീമിനോടും മത്സരിച്ച് ജയിക്കാൻ കഴിവുള്ള, അതേസമയത്ത് ഏത് ടീമിനോടും തോൽക്കാൻ സന്നദ്ധമായിട്ടുള്ള ടീമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ബംഗ്ലാദേശിനോട് പാകിസ്ഥാൻ വളരെ ഡീസൻ്റായിട്ട് തോക്കും. 10 വിക്കറ്റിനൊക്കെ തോക്കാൻ ഒരു മടിയില്ല. കാരണം കാശ് കിട്ടും. മനസ്സിലായില്ലേ? ഇനി തോറ്റിട്ട് കളി തോറ്റ അവിടെ ചെയ്താൽ ഇവിടുത്തെ പോലെയല്ല. ഇവിടെ തോറ്റിട്ട് വന്നാൽ ആരും ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല. ചിലപ്പോൾ ആൾക്കാർ 2 ദിവസം ചീത്ത പറയും. മറ്റങ്ങനെ അയാളുടെ വീടിന് മുമ്പിൽ ആരാധകർ കാത്തുകയായിരിക്കും ഈ കല്ലും കട്ടയുമായിട്ട് ഇവനെ സ്വീകരിക്കാനായിട്ട്. ആ രീതിയിൽ സ്വീകരണമുള്ള രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തുന്നവരെ പിരിച്ചുവിട്ടാൽ പിന്നെ കളി തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരെല്ലായ്പ്പോഴും ഇതിനെ പിരിച്ചുവിട്ടവരെ പിന്നെ തിരിച്ചെടുക്കും. കോൺഗ്രസ് ഇത് പുറത്താക്കണ പോലെയാണ്. 6 കൊല്ലത്തേക്ക് VM സുധീരൻ സസ്പെൻഡ് ചെയ്യും. പിന്നെ സുധീറിൻ്റെ ജനമുന്നേറ്റ യാത്ര വരുമ്പോൾ അവർ വീണ്ടും പരിവർത്തന യാത്ര വരുമ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്യും. ഇപ്പോൾ TH മുസ്തഫയുടെ ഉദാഹരണം നോക്കിയാൽ മതി. പാകിസ്ഥാനും നമ്മുടെ കോൺഗ്രസ് KPCC തമ്മിലാണ് ഏറ്റവും സാദൃശ്യം. TH മുസ്തഫ രാഹുൽ ഗാന്ധിയെ ബഫൂൺ എന്ന് വിളിക്കുന്നു, ജോക്കർ എന്ന് പരിഹസിക്കുന്നു. മുസ്തഫയെ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് 6 കൊല്ലത്തേക്ക് പുറത്താക്കും. 6 കൊല്ലത്തേക്ക് പുറത്താക്കിയ മുസ്തഫ 6 മാസത്തിനകത്ത് പാർട്ടിയിൽ തിരിച്ചു വരുന്നു. അങ്ങനെ VM സുധീറിൻ്റെ പരിവർത്തന യാത്ര പെരുമ്പാവൂർ എത്തിയപ്പോൾ മുസ്തഫയെ തിരിച്ചെടുക്കും. കുന്നത്താട്ട് എത്തിയപ്പോൾ മുസ്തഫ സുധീറിൻ്റെ കൂടെ വേദി പങ്കെടുത്തു. സുധീറിന് ഒരു മഹാനാണെന്ന് മുസ്തഫ പ്രഖ്യാപിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്നു. മനസ്സിലായി? ഇതാണ് പാകിസ്ഥാനിലെ ഒരു രീതി. പുറത്താക്കുന്നു, ജയിലിലടക്കുന്നു, പിന്നെ ജാമ്യം കിട്ടുന്നു, ടീമിൽ തിരിച്ചെടുക്കുന്നു. ഈ ക്രീസിൽ മലയാളികളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ച ശ്രീയുടെ കുടുംബത്തിൻ്റെയും സന്തോഷത്തിൽ ക്രിക്കറ്റ് അറിയാത്ത മലയാളികൾ പോലും പലപ്പോഴും പങ്കുചേരുന്നത് ഒരു ആവേശകരമായ അനുഭവമാവില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ മലയാളികളുടെ ഒരു സൈക്കിൻ്റെ പ്രശ്നമാണ്. ശ്രീശാന്ത് ഒരു താരമായിട്ട് ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ കുറേ പേർ അദ്ദേഹത്തെ പിന്തുണച്ചു. പിന്നെ ഇയാളിപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അതൊരു കോതമംഗലത്തുകാരൻ, ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ആളുകൾക്ക് അയാൾ ഡൽഹിയിൽ നിന്നാണ് വന്നെങ്കിൽ നമ്മുടെ ആളുകൾ പിന്നെ അംഗീകരിച്ചു. മലയാളി തന്നെ ഡൽഹിയിൽ പോയിട്ട് IAS പരീക്ഷ എഴുതി പാസ്സായ ആളുകൾക്ക് ഒരു ബഹുമാനമായിരിക്കും. കോതമംഗലത്തുകാരൻ കോതമംഗലം MA കോളേജിൽ പഠിച്ചിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത്രയും റെസ്പെക്ട് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ കോതമംഗലത്തുകാരുടെ ശ്രീശാന്ത് എടപ്പള്ളിയിൽ താമസിച്ച് ക്രിക്കറ്റിൽ ഉയർന്നു വന്നപ്പോൾ ആളുകൾക്ക് കുറേ പേർക്ക് കണ്ടുകടിയേ, ഇവൻ ഇത്ര കാശ് കിട്ടും, ഇവൻ രാജകുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് ഒരു അസൂയ, കുശുമ്പ്, കുന്നായ്മ എന്ന് പറഞ്ഞ വികാരം വളരെ പ്രബലമാണ്. അപ്പോൾ അത് ഇയാളുടെ ഈ കളിക്കളത്തിലെ പെരുമാറ്റം കൂടി ആയപ്പോൾ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇയാളെ പരിഹസിക്കാനുള്ളൊരു കഥാപാത്രമായിട്ട് മാറി. അപ്പോഴങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ആളുകൾ ആഗ്രഹിച്ച ഒരു പരിണതിയിലെത്തി. അപ്പോൾ പൊതുവെ ആളുകളുടെ സ്വഭാവം ഇതാണ്. ഇനിയിപ്പോൾ അയാളെ ഒരു വാഴ്ത്തപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ രക്തസാക്ഷി കുരിശിൽ നിന്ന് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവായിട്ടൊക്കെ അവതരിപ്പിക്കും. ഇതെല്ലാം നമ്മൾ കാണേണ്ടി വരും. മനസ്സിലായില്ലേ? നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകുവാൻ തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു.